Welcome to Let's Learn Python. Like and subscribe for more videos. Hello, welcome to another class of Let's Learn Python. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സീരീസ് ആയിട്ടാണ് പോകുന്നത്. +2 റിവിഷൻ ക്ലാസ് ആണ്. +1 നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്സ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. ഡാറ്റ ടൈപ്സിനകത്ത് എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരിക്കാം, ഇമേജസ് ഉണ്ടായിരിക്കാം, വീഡിയോസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ഫോമാറ്റിലുള്ള ഫയൽസുമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലേ. ഇതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനകത്തും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡാറ്റ ടൈപ്സാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമ്പർ ഡാറ്റ ടൈപ്പാണ്. നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ട്. ഇൻറ്റീജർ ഡാറ്റ, ഫ്ലോട്ട് ആൻഡ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രാക്ഷണൽ പാർട്ടില്ലാതെ 1 എന്നോ 2 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സാണ്, അല്ലെങ്കിൽ 100 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ്, ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ് ഇൻറ്റീജർ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവും, 100.7 ഇങ്ങനെ ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയിട്ടുള്ള നമ്പേഴ്സാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്പർ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത് ന്യൂമറിക് വാല്യൂസ് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻറ്റീജേഴ്സ് നമ്പേഴ്സ് നമുക്ക് അറിയാം ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത്. ദെൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1.3 ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ടിലെ നമ്പേഴ്സാണ് എന്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ അല്ല കോംപ്ലക്സ് നമ്പേഴ്സിനെ സേവ് ചെയ്യാനായിട്ട്, അതായത് വലിയ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പൊണൻറ്റ് ഫോം യൂസ് ചെയ്യാം. ഇപ്പോൾ 1.5 × 10⁻² എന്നുള്ള ഒരു വാല്യൂ അത് എത്രയാണ്, 150 ആണ് അല്ലേ. ഈ 150നെ നമുക്ക് 1.5 × 10⁻²ൻ്റെ പവറാക്കി എഴുതാം. ഇങ്ങനെ എഴുതുന്ന നമ്പറിന് നമുക്ക് 1.5 എക്സ്പൊണൻറ്റ് 2 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ എക്സ്പൊണൻറ്റ് ഫോം വരുന്നത്. ദെൻ കോംപ്ലക്സ് നമ്പർ എന്താണ്, അതിനകത്ത് റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും വേണ്ടി വരുന്നത് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഇൻറ്റിജറിനകത്ത്. റേഞ്ച് ഓഫ് വാല്യൂസിനകത്ത് നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സും പെർമിറ്റഡ് ആണ്. ദെൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രോഗ്രാമിനകത്ത് ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഇങ്ങനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ വരുന്നത്. ഫ്രാക്ഷണൽ പാർട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂസ്, ഇപ്പോൾ നിങ്ങളുടെ മാർക്ക്, ആവറേജ്, പെർസെൻറ്റേജ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് വേണം, നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നതിനുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണ്, അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ 1, 2 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇതിന് ബിറ്റ്വീൻ കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഫ്രാക്ഷണൽ പാർട്ട് 1.1, 1.11, 1.2 ഇങ്ങനെയുള്ള നമ്പേഴ്സ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് വേണം, നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡാറ്റ ടൈപ്പ് വേണം. അതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. വി ക്യാൻ റെപ്രസെൻറ്റ് ആസ് മച്ച് ഗ്രേറ്റർ റേഞ്ച് ഓഫ് വാല്യൂസ് ദാൻ ഇൻറ്റിജർ. ഇൻറ്റിജറിനേക്കാൾ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ടും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആവാം, നമുക്ക് ആൽഫബറ്റ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് ആവാം. ഏത് ക്യാരക്ടറും പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ക്യാരക്ടറും ഡബിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് സ്ട്രിങ് എന്നുള്ളത്. ഓക്കെ, സോ ഡബിൾ കൊട്ടേഷൻ മാർക്കായാലും സിംഗിൾ കൊട്ടേഷൻ മാർക്കായാലും ഒക്കെ സ്ട്രിങ് തന്നെയാണ്. സ്ട്രിങ് ഡാറ്റ ടൈപ്പ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ നെയിം, അഡ്രസ്സ്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഹലോ, വെൽക്കം, സെയിൽസ് 2018, പൈത്തൺ @KVOF ഇവിടെ നോക്കാം. ഇവിടെ @ എന്നുള്ള സിമ്പിൾ, ഡോട്ട് എന്നുള്ള സിമ്പിൾ ഇതൊക്കെ എന്താണ്, പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന യൂണിക്കോഡ് ക്യാരക്ടേഴ്സാണ്. സോ ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് സ്ട്രിങ്ങിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമ്പറും അതുപോലെ തന്നെ സ്ട്രിങ് ആയിട്ടുള്ളത് തന്നെയാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈത്തണിനകത്ത് ഓരോ ക്യാരക്ടറും നമുക്ക് സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറും നമുക്ക് ഇൻഡെക്സസ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്.
അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഒരു സ്ട്രിങ്ങിനെ ഇൻഡെക്സിങ് പോസിബിൾ ആണ്. ഫോർവേഡ് ഇൻഡെക്സിങ് ആൻഡ് ബാക്ക്വേഡ് ഇൻഡെക്സിങ്. എന്താണ് ഫോർവേഡ് ഇൻഡെക്സിങ്? ഒരു സ്ട്രിങ്ങിൻ്റെ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ് നമുക്കറിയാം അല്ലേ. ഇവിടെ വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ WELCOME എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ? 7 ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു സ്ട്രിങ്ങിൽ. ദെൻ ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ക്യാരക്ടറിനും അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ഡബ്ല്യുവിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സ്ട്രിങ് ആണെങ്കിലും അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലായിരിക്കും. ദെൻ അതിൻ്റെ ഇൻഡെക്സ് എൻഡ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്ത് -1 ആയിരിക്കും. ഇപ്പോൾ 7 എന്നുള്ള സ്ട്രിങ് ആണെങ്കിൽ 0-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരുള്ളൂ? 6 എന്നുള്ള ഇൻഡെക്സിൽ എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് ഇൻഡെക്സിങ്, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക്വേഡ് ഇൻഡെക്സിങ്ങും നമുക്ക് സ്ട്രിങ്ങിനകത്ത് പോസിബിളാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ലാസ്റ്റ് ക്യാരക്ടറിന് -1 എന്നുള്ള രീതിയിൽ -7 വരെയാണ് ഇൻഡെക്സിങ് വരിക. ഇനി നമുക്ക് ഔട്ട്പുട്ട് ക്വസ്റ്റിനകത്തൊക്കെ ഇതുപോലെയുള്ള ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർവേഡ് ഇൻഡെക്സിങ്ങും ബാക്ക്വേഡ് ഇൻഡെക്സിങ്ങും മനസ്സിലാക്കിയ ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രീം എന്നാണ് സ്ട്രിങ്ങിൻ്റെ പേര്. എന്താണ് സ്ട്രീമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ? സയൻസ് എന്നുള്ളതാണ് സ്ട്രീമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ. ദെൻ സ്ട്രീം ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എസ്സിന് നമ്മൾ കൊടുക്കുന്നത്, എസ്സിൻ്റെ വാല്യൂ എത്രയാണ്? 0, സിക്ക് 1, I2, ഇക്ക് 3, N 4, C5 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് സ്ട്രീം ഓഫ് 5ൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഇറ്റ്സ് സി അല്ലേ. സി എന്നാണ് ഔട്ട്പുട്ട് വരിക. സ്ട്രീം ഓഫ് -4 ഇവിടെ നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആകുമ്പോൾ നമ്മൾ ബാക്ക്വേർഡ് പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ E -1, C -2, N -3 ആൻഡ് E -4. സോ ആൻസർ എന്താ വരിക? E. You got it? Then next one, print stream of -len of stream. ഇവിടെ ഒരു len ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഈ len ഫംഗ്ഷൻ? len ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വിച്ച് റിട്ടേൺസ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. എന്താ റിട്ടേൺ ചെയ്യുന്നത്? ലെങ്ത് ഓഫ് സ്ട്രിങ് ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണ്? എത്രയാണ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഈ സ്ട്രിങ്ങിനകത്ത്, അതാണ് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ സയൻസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്ത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം അല്ലേ. 1, 2, 3 അങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. 0 ഇൻഡെക്സിങ്ങിന് മാത്രമേ യൂസ് ചെയ്യേണ്ടുള്ളൂ. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് വേണം? 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ 1, 2, 3, 4, 5, 6, 7 ആണ് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ, 7. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കണം? ബാക്ക്വേർഡായിട്ട് നോക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് -len ഓഫ് സ്ട്രീം എന്നുള്ളതാണ്. സോ len ഓഫ് സ്ട്രീം നമുക്ക് കിട്ടിയ എന്താണ്? 7 ആണ്. len ഓഫ് സ്ട്രീം എന്താണ്? 7 ആണ്. സോ ഇവിടെ എന്ത് വന്നു? -7 എന്നായി. സ്ട്രീം ഓഫ് -7 എന്നായിട്ട് മാറി ഒരു ഫംഗ്ഷൻ. സ്ട്രീം ഓഫ് -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് ഇൻഡെക്സിംഗ് ആണ്. -1 സ്റ്റാർട്ട് ചെയ്തു. -7th പൊസിഷനിൽ ഏതാണോ ക്യാരക്ടർ എടുക്കുന്നത്, ഇറ്റ്സ് എസ് അല്ലേ. എസ് ആണ് അതിൻ്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് നോക്കാം, പ്രിൻ്റ് സ്ട്രീം ഓഫ് 8. സ്ട്രീം ഓഫ് 8 എന്ന് പറയുമ്പോൾ 8th ഇൻഡെക്സ് പൊസിഷനിൽ 0-ൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു, 6-ൽ അവസാനിക്കും അല്ലേ. 7 ക്യാരക്ടേഴ്സാണുള്ളത്. അപ്പോൾ 8 എന്ന് പറയുന്ന പൊസിഷനിൽ ഏതെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? ഒരു എറർ കാണിക്കും. എന്താണ് പറയുക? ആ ഒരു പൊസിഷനിൽ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് 7 ആണെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനേക്കാൾ കൂടുതലുള്ളൊരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഒരു എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഔട്ട് ഓഫ് ബൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുക, നമുക്കിനി സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ഡബിൾ കൊട്ടേഷൻ മാർക്കിനകത്തുള്ള ക്യാരക്ടേഴ്സാണ് ഇൻഡെക്സസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, വി കനോട്ട് ചേഞ്ച് ദ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഓഫ് എ സ്ട്രിങ് അസൈൻമെൻറ്റ്. നമുക്കൊരു സ്ട്രിങ്ങിനകത്ത് ഇപ്പോൾ ഇതിനകത്തുള്ള ഓരോ ലെറ്റർ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിനകത്ത് അത് പോസിബിൾ അല്ല. കാരണം എന്താണ്? സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, സ്ട്രിങ്ങും ഇൻഡിജറും ഫ്ലോട്ടൊക്കെ എന്ത് തന്നെയാണ്? ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. നെയിം = റൊണാൾഡോ എന്ന് കൊടുത്തു. നെയിം ഓഫ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 1 എന്ന് പറയുന്ന പൊസിഷനിൽ എടുക്കുന്നത് O ആണ്. സോ നെയിം ഓഫ് 1 = K. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്തല്ല? പോസിബിൾ അല്ല. ബിക്കോസ് സ്ട്രിങ് ഈസ് ആൻ ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ഇൻ പൈത്തൺ. നെക്സ്റ്റ് അതേസമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി കൻ അസൈൻ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഇപ്പോൾ നെയിം = റൊണാൾഡോ എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം = ബെക്കാം. ഇവിടെ എന്താണ്? ഈ ഒരു നെയിം എന്ന് പറയുന്ന വേരിയബിളിനോട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? റൊണാൾഡോ എന്നുള്ള നെയിമാണ് ഫസ്റ്റ് അസൈൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നെയിം = ബെക്കാം. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു?
റൊണാൾഡോ എന്ന് സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഈ റൊണാൾഡോനെ ഇപ്പോൾ നെയിം എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. അതേസമയം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബെക്കാം എന്നുള്ളതാണ്. സോ ഈ ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഇപ്പോൾ നെയിം എന്ന് പറയുന്ന വേരിയബിൾ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ലിസ്റ്റ് ഡാറ്റ ടൈപ്പാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോമ സെപ്പറേറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. പർട്ടിക്കുലർ ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല ലിസ്റ്റിനകത്ത് അല്ലേ? അപ്പോൾ എന്താണ്? കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. നമ്മൾ പൈത്തൺ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്, അതല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷനൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇനി ഈ ഒരു പെയർ ഓഫ് കേളി ബ്രേസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കേളി ബ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് കേളി ബ്രേസസ് യൂസ് ചെയ്യുന്നത് ഡിക്ഷണറിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഏതാണ്? L = ഫസ്റ്റ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1 3 5 69 and 70. ഇറ്റ്സ് എന്താണ്? ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റീജർ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. നെക്സ്റ്റ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് CS മാത്സ് മലയാളം എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. ഇതിനകത്ത് ഫുൾ എന്താണ്? സ്ട്രിങ് ടൈപ്പുള്ള ഡാറ്റാസാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ L2 is another ലിസ്റ്റ്. ദെൻ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ആണെങ്കിൽ മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തുണ്ട്? ഇൻറ്റീജർ വാല്യൂ ഉണ്ട്, സ്ട്രിങ്ങും ഉണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റിനകത്ത് നമുക്ക് വേറൊരു ലിസ്റ്റും വേറൊരു എലമെൻ്റായിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. വേറൊരു ലിസ്റ്റിനകത്തുള്ള ഒരു എലമെൻ്റായിട്ട് വേറൊരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റിനകത്ത് തന്നെ മറ്റൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ L1 = 52 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെന്താണ്? പൈത്തണിനകത്ത് മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ L1 എന്ന് പറയുന്ന സ്ട്രിങ് ഏതാണ്? L1 = 52. L1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 1 2 ഇതാണല്ലേ? അപ്പോൾ ഇതെന്താണ്? ഈ ഒരു വാല്യൂ 52 ആയിട്ട് ചേഞ്ച് ചെയ്യും. ദെൻ പ്രിൻറ്റ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. L1 അല്ല, L = 1 3 5 69 70 ആണ് കേട്ടോ. L(2) = 52 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 0 1 2 5 എന്നുള്ള വാല്യൂ മാറിയിട്ട് ഇവിടെ 52 ആയിട്ട് വരും. ക്ലിയർ? പ്രിൻറ്റ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റാണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് പ്രിൻറ്റ് ചെയ്യുക. ഡാറ്റ ടൈപ്പ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഈസ് എൻ ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അതിനകത്തുള്ള വാല്യൂ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദെൻ വൺ മോർ ഡിഫറൻസ് ഈസ് ദർ. ഇൻസ്റ്റെഡ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് വി യൂസ് ദിസ് പാരന്തസിസ് വിച്ച് യൂസ്ഡ് ഫോർ ടപ്പിൾ. ഓക്കെ, ദെൻ ടപ്പിൾ ഇതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീജർ ആയിട്ടുള്ള ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടപ്പിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ A എന്ന് പറയുന്ന ടപ്പിളിനകത്തുള്ള വാല്യൂസ് എന്താണ്? കംപ്ലീറ്റ് എന്താണ്? ഇൻറ്റീജർ വാല്യൂസ് ആണ്. ദെൻ ST എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പ്രിൻറ്റ് A എന്ന് പറയുന്ന ടപ്പിൾ ഏതാണ്? A എന്ന് പറയുന്ന ടപ്പിൾ 1 34 56 7 69 എന്നുള്ള ടപ്പിളോടെ പ്രിൻറ്റ് ചെയ്തു. ദെൻ പ്രിൻറ്റ് ST(3) എന്ന് പറയുന്ന ടപ്പിൾ. പ്രിൻറ്റ് ST(3) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ST എന്ന് പറയുന്നത് എന്താണ്? മനു പൈത്തൺ 45.9 ഗുഡ് എന്ന് പറയുന്ന ടപ്പിളാണ്. സോ അതിനകത്തുള്ള തേർഡ് 0 1 2 3 അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ എന്തായിട്ട് മാറും? ST(3) എന്നുള്ളത് ഈ ഗുഡ് എന്നുള്ളത് വാല്യൂ എന്തായിട്ട് മാറും? 0 1 പ്രിൻറ്റ് ST(3) എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തായിരിക്കും? അത് ഡിസ്പ്ലേ ചെയ്യുക ഗുഡ് എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ദെൻ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? A എന്ന് പറയുന്ന ടപ്പിളിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 23 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യാണ് A(2) എന്ന് പറയുന്ന പൊസിഷൻ. പക്ഷെ എന്തല്ല, A എന്ന് പറയുന്ന ഒരു ടപ്പിളാണ്. ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. സോ വി കനോട്ട് അസൈൻ എ വാല്യൂ. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ടപ്പിളിനകത്ത്. ദെൻ ലാസ്റ്റ് ഡാറ്റ ടൈപ്പാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഡിക്ഷണറി നമുക്കറിയാം എന്തിനാണ് നമ്മൾ ഡിക്ഷണറി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിക്ഷണറിക്കകത്ത് എങ്ങനെയാണ്? നമുക്കിവിടെ A എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ദെൻ പർട്ടിക്കുലർ A എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത് നമ്പേഴ്സ് കിട്ടും. Z വേണമെങ്കിൽ നമുക്ക് എന്താണ് ആ പർട്ടിക്കുലർ ആൽഫബറ്റ് ഡിക്ഷണറിക്കകത്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കീ വാല്യൂ പെയറാണ്. കീ വാല്യൂ പെയറിനാണ് എന്ന് പറയുന്നത് ഡിക്ഷണറി എന്ന് പറയുന്നത്. കീ വാല്യൂ പെയറാണെന്ത്? ഡിക്ഷണറി ഈസ് എ കീ വാല്യൂ പെയർ. കോമ സെപ്പറേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു ഡിക്ഷണറിയുടെ ക്രിയേഷനുള്ള എക്സാമ്പിൾ തന്നിരിക്കുന്നത് ST = roll 1 name അശ്വിൻ, പേഴ്സൺ
90.8. ഇവിടെ ഏതൊക്കെയാണ് കീസ് ഏതൊക്കെയാണ്? കീസ് എന്ന് പറയുന്നത് റോള്, നെയിം, അശ്വിൻ എന്ന് പറയുന്നതാണ് കീസ്. ഓക്കെ. ദെൻ വാല്യൂസ് ഏതൊക്കെയാണ്? നെയിം ആൻഡ് പേഴ്സൻ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീസ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് കോമയ്ക്കകത്ത്. ഓരോ കോമ സെപ്പറേറ്റ് ചെയ്യുന്നതും ഓരോ കീ വാല്യൂ പെയേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റോൾ 1 എന്നുള്ളത് ഫസ്റ്റ് കീ ആണ്, ഫസ്റ്റ് കീ വാല്യൂ പെയർ. നെയിം അശ്വിൻ എന്നുള്ളത് നെക്സ്റ്റ് കീ വാല്യൂ പെയർ. പേഴ്സൺ 90.8 എന്ന് പറയുന്നത് തേർഡ് കീ വാല്യൂ പെയർ. അപ്പോൾ ഈ ഒരു ഡിക്ഷണറിക്കകത്ത് 3 കീ വാല്യൂ പെയേഴ്സ് ഉണ്ട്. കീസ് ഏതൊക്കെയാണ്? റോൾ നമ്പർ, നെയിം ആൻഡ് പേഴ്സൻ്റ്. ദെൻ വാല്യൂസ് ഏതൊക്കെയാണ്? 1, അശ്വിൻ ആൻഡ് 90.8. ദെൻ ഡിക്ഷണറി ഈസ് ഓൾസോ എ മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ച ഡാറ്റ ടൈപ്പിനകത്ത് രണ്ട് ഡാറ്റ ടൈപ്പാണ് വാല്യൂസ് ചേഞ്ചബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ളത് ലിസ്റ്റും ഡിക്ഷണറിയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്? ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ്. ഓക്കെ. ദെൻ പ്രിൻറ്റ് എസ് ടി ഓഫ് പേഴ്സൻ്റ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഇവിടെ ഇൻഡെക്സിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കീസ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ എസ് ടി ഓഫ് പേഴ്സൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി എന്ന് പറയുന്ന ഡിക്ഷണറിയിലേക്ക് പേഴ്സൻ്റ് എന്ന് പറയുന്ന കീയിൽ കിടക്കുന്ന വാല്യൂ ഇതാണ്, 90.8 വിൽ ഡിസ്പ്ലേ. എസ് ടി ഓഫ് റോൾ നമ്പർ ഈക്വൽ ടു 3. നമ്മളിവിടെ വാല്യൂ എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായിട്ട് മാറും? ഈ റോൾ നമ്പർ 1 എന്നുള്ളത് ചേഞ്ച് ആയിട്ട് റോൾ നമ്പർ എന്തായിട്ട് മാറും? 3 ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ. റോൾ നമ്പർ വിൽ കം 3. Then if you display the statement dictionary using print statement, it will display roll equal to 3, name Ashwin, person 90.8. ക്ലിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡാറ്റ ടൈപ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ പൈത്തണകത്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞു. ന്യൂമറിക് ഡാറ്റ ടൈപ്സിൽ ഇൻഡിജറും ഫ്ലോട്ടും. ദെൻ ഏതൊക്കെയാണ് പറഞ്ഞത്? സ്ട്രിങ്സ്, ലിസ്റ്റ്, ഡിക്ഷണറി, ടപ്പിൾ. ഇതിനകത്ത് മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഏത് മാത്രമേ ഉള്ളൂ? ലിസ്റ്റും ഡിക്ഷണറിയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇമ്മ്യൂട്ടബിൾ ആണ്. ദെൻ ഇമ്മ്യൂട്ടബിൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. താങ്ക് യു.